എന്താ വെച്ചാൽ അവനോട് പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഇല്ല, കാരണം ഞാൻ പഠിക്കുകയാണ്, ഒരു വിദ്യാർത്ഥിയാണ്, കാരണം പഠിക്കാൻ തന്നെ വീട്ടിൽ നിന്ന് കടങ്ങൾ വാങ്ങിയിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടുകാർ. അപ്പൊ അത്രയും പിന്നെ ബാധ്യത നിന്നാണ് ഞാൻ വരുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു കാലിബറോ കപ്പാസിറ്റി ഒന്നും ഫാമിലിയിൽ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബിസിനസ് പൈസ ഇറക്കാനൊന്നും എന്റെ കയ്യിലില്ല, നീ എന്തായാലും പ്രൊഡക്റ്റ് താട്ട് ഞാൻ വിറ്റ് തരാന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് സാധനം വിറ്റു. അപ്പൊ ലാഭവും കിട്ടി. ഞാൻ അവന് മുതല് കൊടുത്തു, ലാഭം ഞാൻ കയ്യിൽ വെച്ചു. ഞാൻ വെരി ഹാപ്പി ആയി. അവനെ സംബന്ധിച്ച് അവനും വെരി ഹാപ്പി ആയി. അപ്പോ ഒരിക്കലും അവൻ പറഞ്ഞു, പിന്നെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സാറ് പിന്നെ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നിങ്ങളെ സമയം ഒന്ന് തരീന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അവനും തമ്മിൽ ബന്ധമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് എപ്പോഴേലും കാണാലോ പറഞ്ഞു. അപ്പൊ ഞാനും 3-3.5 വർഷം മുന്നേ ജിമ്മില് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. രാവിലെ വൈകിട്ടൊക്കെ ജിമ്മിൽ പോവും. പിന്നെ രാവിലെ നല്ലോണം വർക്കൗട്ട് ചെയ്യും, വൈകിട്ട് നല്ലോണം വർക്കൗട്ട് ചെയ്യും. ജിമ്മിൽ ട്രെയിനായിട്ട് നിൽക്കുന്ന സമയത്ത് വേറെ പരിപാടി ഇല്ല, പിന്നെ പകല് ക്ലാസ്സിന് പോവാം, രാവിലെ വൈകിട്ട് ജിമ്മ് തന്നെയാണ് പരിപാടി. അങ്ങനെ ഒരു ദിവസം അവനോട് പറഞ്ഞു സാറിനെ കാണാൻ വേണ്ടി ഞാൻ രാവിലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് എന്തായാലും വരേണ്ട ആവശ്യമില്ല, വീട്ടിലേക്ക് വന്നിട്ട് കാര്യമല്ല, അതുകൊണ്ട് വീട്ടിലേക്ക് ഞാൻ എന്തായാലും കേട്ടില്ല, നമുക്ക് എന്തായാലും ജിമ്മിന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് മറ്റാരുമല്ല, ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന സീലിംഗ് അച്ചീവർ കൂടിയായിട്ടുള്ള ഒരു വസീം ഷമീർ എന്ന് പറഞ്ഞൊരു ലീഡറാണ്, കണ്ണൂർ സ്വദേശിയാണ്. അവർ രാവിലെ കണ്ണൂരിൽ നിന്ന് മലപ്പുറത്ത് പോത്തുകല്ല് പഞ്ചായത്തിലാണ് വരുന്നത്. പോത്തുകല്ല് ജിമ്മിലാണ് ഇവർ എന്ത് ചെയ്യണത് വരുന്നത്. അപ്പൊ അത്രയും ദൂരം താണ്ടി ഒരു വലിയ സംഭവമുണ്ട്, വലിയൊരാളുണ്ട്, ഒരു പുലിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യണത് ലീഡേഴ്സിനെ കൂട്ടി വരുന്നത്. ഞാൻ വീട്ടിലേക്ക് കേട്ടിട്ടില്ല, ജിമ്മിന്ന് കാര്യങ്ങൾ കേട്ടു. അപ്പൊ നമ്മുടെ കമ്പനീന്റെ ബ്രൗഷർ എടുത്ത് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഒക്കെ ഓക്കെ ആക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും നോക്കാന്ന് പറഞ്ഞിട്ട് വിട്ടു. വലിയ എന്ത് ചെയ്തില്ല, സീരിയസ്നെസ് കൊടുത്തില്ല, കാരണം നമുക്ക് വലിയ താല്പര്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി പഠിക്കുന്ന മേഖല ഉണ്ട്, ആ മേഖലയിൽ തന്നെ വരുമാനം ഉണ്ട്, പിന്നെ ഈ മേഖലയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒഴിവാക്കി വിട്ട കേസാണ്. പക്ഷെ ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരാനുള്ള കാരണം ലീഡേഴ്സിന്റെ നിരന്തരമായ ഫോളോ അപ്പാണ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, നമുക്ക് ഒരു ശല്യം സഹിക്കാതെ നമുക്ക് എന്താ പറയാ, എത്ര സഹികെട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്തു, ഇവര് പിന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എന്നോട് ഒരു ദിവസം പറഞ്ഞു സാറേ, ഈ ബിസിനസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ഇതിനെ കുറിച്ച് പഠിക്കാനും ഇതിൽ വിജയിച്ച ഒരുപാട് ആളുകളെ നേട്ടങ്ങൾ കാണാനും സാറ് ഒരു മണിക്കൂറിൽ നമുക്ക് വേണ്ടി സാറിന്റെ വിലപ്പെട്ട സമയം നമുക്കൊന്ന് തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി ഞാൻ കുറച്ച് തിരക്കുണ്ട്, ക്ലാസ് ഉണ്ട്, വൈകുന്നേരം തിരക്കാണ്, രാവിലെയൊക്കെ തിരക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ച് ഒരുപാട് ഫോളോ അപ്പ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു എന്നായിക്കോട്ടെ, അങ്ങനെ എനിക്ക് സമയം തരാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മഞ്ചേരിയിൽ, അന്ന് മഞ്ചേരിയിലായിരുന്നു പ്രോഗ്രാം, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലായിരുന്നു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തുകൊണ്ടത്. അവിടുത്തെ സിറ്റി പോയിന്റ് ഹാളിലാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അപ്പൊ ആ പ്രോഗ്രാമിലേക്ക് ആണ്, ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം ആണ്, ആ പ്രോഗ്രാമിലേക്കാണ് എന്നെ വിളിച്ചത്. അപ്പൊ ആ പ്രോഗ്രാമില് ഇന്ന് നമ്മുടെ അപ്കമിങ് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയുള്ള സിരാൻ സാർ, നമ്മുടെ ടീമിൽ ഒരു അപ്ലൈ ലീഡറാണ്, CTC ലീഡറാണ്. അന്ന് മൂപ്പർ 21ാമത്തെ വയസ്സിൽ മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, 2,10,000 വരുമാനം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഫീസ് സാറ്, വസീം സാർ, ഒരുപാട് ലീഡർമാർ അന്ന് എന്ത് ചെയ്തു, ആ പ്രോഗ്രാമിൽ കാണാൻ ഇടയായി. അപ്പോ 2,10,000 വാങ്ങിയ ആളുകളെ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു എത്ര സംഭവമുള്ളൂ. ഇവരെ പ്രായം ഞാൻ ആദ്യം നോക്കി. പ്രായം നോക്കിയപ്പോ 21, 22, 23 ഈ ഈ ഇടയിലുള്ള പ്രായത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇത്ര ചിന്തിച്ചിട്ടുള്ളൂ, ഇത്രയും ചെറുപ്പത്തിൽ, ഇത്രയും കുറഞ്ഞ പ്രായത്തില് ഇത്രയും വരുമാനം ഇവരെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്ന് നമ്മളെ നാട്ടില് പഠിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് എന്തില്ല, ഈ 2,10,000 എന്നുള്ള വരുമാനം കിട്ടുന്നില്ല. ആ സമയത്താണ് 21, 22, 23 വയസ്സിലെ ഒരാള് നമ്മളെ ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, വരുമാനം ഇത്രയും ലെവലിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പൊ എനിക്ക് എങ്ങനെയായിട്ട് ഇത് പിടുത്തം കിട്ടുന്നത്, എങ്ങനെയാണ് കിട്ടുന്നത്, ഞാൻ ഉടായിപ്പാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. പിന്നെ അവസാനം ഇവരുടെ സ്റ്റേറ്റ്മെന്റും ഇവർക്ക് കിട്ടിയത് എല്ലാം ക്രെഡിറ്റ് ചെയ്ത് എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സംശയങ്ങളൊക്കെ എന്റെ ലീഡേഴ്സ് ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് എന്ത് ചെയ്തു, കാണിച്ചു തന്നു. വരുമാനം കിട്ടിയത് മേലൊക്കെ കാണിച്ചു തന്നു. അപ്പൊ എനിക്ക് കുറച്ച് ബോധ്യപ്പെട്ടു. അപ്പൊ അന്നൊരു സെലിബ്രേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് ഒരുപാട് ലീഡേഴ്സിനെ ആദരിക്കുന്നത് നമുക്ക് കാണാനിടയായി.
കാരണം സാധാരണ വീട്ടമ്മമാരുണ്ടായിരുന്നു, ഒരുപാട് കോളേജ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു റാങ്കുകളുണ്ട്, നമ്മുടെ ടി സിയുടെ താഴെ ഒരുപാട് റാങ്കുകൾ വരുന്നുണ്ട്. അപ്പൊ ആ റാങ്കുകൾക്കൊക്കെ ഓണറിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു പുതിയ വ്യക്തിയാണ്, എനിക്കൊരു ഓണറിങ്ങും ഇല്ല. അപ്പോ നമുക്കൊരു ഓണറിങ് കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ലീഡേഴ്സിനോട് ചോദിച്ചു, സാറേ ഇത് ഇങ്ങനെയൊക്കെ എനിക്ക് ഓണറിങ് അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ലീഡേഴ്സ് പറഞ്ഞു, ഇവിടെ നമുക്ക് കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്ത് സ്റ്റാർട്ടപ്പ് ചെയ്യാന്നുള്ളൊരു ഒരു കർത്തവ്യമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ എത്ര രൂപയ്ക്കാണ് തുടങ്ങേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോ തുടക്ക സമയത്ത് ഒരു ഹോം ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവർ സംസാരിച്ചത്. അപ്പൊ ഹോം ഷോപ്പ് ചെയ്യാനാണെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഇല്ല. അന്ന് 50,000 രൂപ ഹോം ഷോപ്പിക്കാണ് പറഞ്ഞത്, പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഞാൻ തുടക്ക സമയത്ത് ഒരു 5,000 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്, ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഉൽപ്പന്നങ്ങൾ എടുത്തത്. ഈ 5,000 രൂപയുടെ സാധനം എടുത്ത് നമ്മൾ വീട്ടിൽ കുറച്ച് ഉൽപ്പന്നം കൊടുത്തു, അതുപോലെ എന്റെ ഫ്രണ്ട്സിനും കൊടുത്ത സമയത്ത് പിന്നെ സാധനം പെട്ടെന്ന് സെയിലാക്കാൻ പറ്റി, നല്ല പ്രോഫിറ്റും കിട്ടി. എന്റെ അമ്മയ്ക്ക് ഒരു ഊരവേദന ഉണ്ടായിരുന്നു, ആ ഊരവേദനയ്ക്ക് നമ്മളെ ചാമ്പിയതല കിട്ടുന്ന സമയത്ത് നല്ല മാറ്റം കിട്ടി. അപ്പൊ വീട്ടിലും പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയപ്പോൾ പെരക്കാരും വീട്ടുകാരും നല്ല ഹാപ്പിയായി. അപ്പൊ സാധനം പെട്ടെന്ന് വിറ്റപ്പോൾ സെയിലും കിട്ടി, നല്ല പ്രോഫിറ്റും കിട്ടിയപ്പോ എന്നോട് ലീഡേഴ്സ് പറഞ്ഞു, സാധനം കൊണ്ട് വിൽക്കാൻ കഴിയുന്നുണ്ട്, ഇത് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലാണ് ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഹോം ഷോപ്പ് വെക്കാൻ വേണ്ടി ലീഡേഴ്സ് നിർബന്ധിച്ചു. പക്ഷെ വീട്ടിൽ പറഞ്ഞ സമയത്ത് വീട്ടിൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണെങ്കിലും എന്തില്ല, ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇത് ഞാനാണ് കേട്ടത്, ഇതിൽ വിജയിച്ച ആൾ കണ്ടതും ഞാനാണ്. വീട്ടുകാരോട് പറഞ്ഞിട്ട് എത്രയായിട്ട് ബോധ്യപ്പെടുന്നില്ല. പൈസ ചോദിച്ചു, എന്തായാലും സമ്മതിക്കുന്നില്ല. കാരണം ഓൾറെഡി CMAക്ക് പോകാൻ വേണ്ടി വീട്ടുകാർ ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. അത് ഞാനെടുത്ത തീരുമാനമായിരുന്നു, പിന്നെ CMA എന്നുള്ളത്. പക്ഷെ അത് ഒഴിവാക്കി ഇതിലേക്ക് വരാനും വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ പൈസ ഒപ്പിച്ച് തരണം, ഞാൻ ഒരു മാസം കൊണ്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് വീട്ടില് ഞാൻ കരച്ചിലും പിടിച്ചിലൊക്കെ ആക്കി ലാസ്റ്റ് ഒരു ഗോൾഡ് തൽക്കാലം വാങ്ങി അത് പണയം വെച്ചിട്ടാണ് ഈ ബിസിനസ് അവസരത്തിലേക്ക് എന്ത് ചെയ്ത തുടക്ക സമയത്ത് കടന്നു വന്നത്. അപ്പൊ അന്നൊരു 50,000 രൂപയ്ക്ക് സാധനം എടുത്തുകൊണ്ട് എന്റെ ഉള്ളിൽ ഇതൊരു മാസം കൊണ്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ചൂട് എന്റെ ഉള്ളിൽ ഉണ്ടായി, ഒരു ആവലാതി ഉണ്ടായി. അപ്പൊ ഞാൻ ഈ ബിസിനസിന് വേണ്ടി ആ ഒരു മാസം ഞാൻ എടുത്ത എഫോർട്ട് ചില്ലറ എഫോർട്ട് അല്ല, എന്റെ ലീഡേഴ്സും എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നു. അങ്ങനെ ഒരു മാസം കൊണ്ട് ഒരു ഹോം ഷോപ്പ് ചെയ്ത് എന്റെ സാധനങ്ങൾ വിറ്റു കൊടുത്തു. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഗോൾഡ് തിരിച്ചു കൊടുക്കാനും എനിക്ക് എന്ത് ചെയ്തു, സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത് തിരിച്ചു കൊടുക്കാൻ എന്നിൽ ഉണ്ടായിട്ടുള്ള ചൂട് എന്ന് പറഞ്ഞാല്, ഞാനൊരു പൈസ കടം വാങ്ങി അവിടെ തുടങ്ങിയത് കൊണ്ടുള്ള ഒരു ചൂടാണ്. കാരണം അത് ചില്ലറ എന്ന ചൂടല്ല എന്റെ ഉള്ളിൽ വന്നത്. കാരണം വീട്ടിൽ അത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ പൈസ കടം വാങ്ങിയത്. കാരണം എന്റെ കയ്യിൽ വേറെ പൈസ അല്ല. വീട്ടുകാരുടെ നിന്ന് 50 രൂപ വാങ്ങിയിട്ട് വേണം എനിക്ക് കോളേജിൽ പോകാനും, എനിക്ക് ബൈക്കിൽ എണ്ണടിക്കാനും, എനിക്ക് ഭക്ഷണം കഴിക്കാനും വീട്ടുകാരെ ആശ്രയിച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും. ആ സമയത്ത് ഞാൻ അവരുടെ നിന്ന് ഒരു പൈസ വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, അന്ന് എന്റെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടാണ് എന്ത് ചെയ്ത ഹോം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് സാധനങ്ങൾ വിറ്റത്. അപ്പൊ എന്റെ വീട്ടുകാരെ സംബന്ധിച്ച് വീട്ടുകാർ വെരി ഹാപ്പി. കാരണം അവർ പറഞ്ഞു അവർക്ക് അവരുടെ പൈസ കിട്ടി, ഇനി നീ എന്താ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹോം ഷോപ്പിൽ എനിക്ക് ഒരുപാട് കസ്റ്റമറെ കിട്ടി. അവർ നിരന്തരം ഇപ്പോഴും ഉൽപ്പന്നങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. നിങ്ങളോട് ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാണ്, ഹോം ഷോപ്പ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ എടുത്ത് നിങ്ങൾ ഹോം ഷോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കസ്റ്റമർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഹോം ഷോപ്പ് ചെയ്യാത്ത ആളുകൾ ഹോം ഷോപ്പിൽ ചെയ്യുക എന്ന അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഹോം ഷോപ്പിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി. പക്ഷെ ഈ കസ്റ്റമേഴ്സ് മാത്രം ഉണ്ടായത് കൊണ്ടും നമുക്ക് ബിസിനസ്സിൽ വലിയ ഉയർച്ച നമുക്ക് ഉണ്ടാവണമെന്നില്ല. അവരുടെ ലീഡേഴ്സ് പറഞ്ഞു, സാറേ ഇവിടെ ടീമിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു അധിക വരുമാനം നമുക്ക് എല്ലാ ആഴ്ചയിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി പഠിക്കുകയാണ്, എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ സമയം കുറച്ച് കിട്ടുന്നുള്ളൂ. പിന്നെ ആഴ്ചയിൽ ശനി ഞായറൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിലൂടെ ഹോം ഷോപ്പിംഗ് ചെയ്ത സമയത്ത് പിന്നെ അക്കൗണ്ടിലൂടെ ഒരു 3,000-4,000 രൂപ വരുമാനം അക്കൗണ്ടിലൂടെ വന്നു, സാധനം വിറ്റപ്പോൾ നല്ല പ്രോഫിറ്റും കിട്ടി, കുറച്ച് പൈസ കയ്യിലുണ്ടായി. അപ്പൊ ഒരു അധിക വരുമാനം ആഴ്ചയിൽ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ലീഡേഴ്സ് പറഞ്ഞു, സാറേ നമ്മളിപ്പോ ഏത് മേഖലയിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ വരുമാനത്തിന് വേണ്ടിയില്ലേ പോകുന്നത്. അതെ, സാർ ഇവിടെ ഒന്ന് പാർട്ട് ടൈമായിട്ടൊന്ന് ഒന്ന് സമയം മാറ്റി വെക്കുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് സാറിന് ഇവിടെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാർ ഇത് ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോളേജ് കഴിഞ്ഞ് പിന്നെ വരുന്ന സമയം
പിന്നെ ജിമ്മിലൊക്കെയാണ് പോവാറുള്ളത്. ചില ദിവസം ജിമ്മൊക്കെ ലീവാക്കിയിട്ട് എന്ത് ചെയ്യും, ഒരുപാട് ആളുകളെ നമുക്ക് ലീഡേഴ്സിനെ കണക്ട് ആക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സമയം കണ്ടെത്തി. അങ്ങനെ തുടക്ക സമയത്ത് ഒരുപാട് ആൾക്കാരെ കണ്ടു. ജസ്റ്റ് ഞാനിവിടെ എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചെന്ന് ചോദിച്ചാല്, ലീഡേഴ്സിന് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഡയറി സെറ്റ് ആക്കാൻ പറയും. അങ്ങനെ ഡയറി സെറ്റ് ആക്കുന്ന സമയത്ത് ഒരുപാട് കോൺടാക്ട് എഴുതി 67 ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്തു, തുടക്ക സമയത്ത് ഈ അവസരം പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ ഈ അവസരം പരിചയപ്പെടുത്തി കൊടുത്തപ്പോ ഇതിൽ സംഭവിച്ച കാര്യം എന്താ വെച്ചാല്, ഈ 67 ആളുകളും ഈ ബിസിനസ്സിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ വിചാരിച്ചു ഇവിടെ ഒരാളോട് പറയാൻ, രണ്ടാളോട് പറഞ്ഞിട്ട് അപ്പുറം 7 ആളുകളോടും ഈ ബിസിനസ് അവസരം പറഞ്ഞ സമയത്ത് ഒരാൾ പോലും എന്തില്ല, കൂടെ വന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം നമ്മൾ പറയുന്ന സമയത്ത് അവർ പറയണം ആദ്യം നീ ഒന്ന് കഴിച്ചിലാവും എന്നിട്ട് ഞാൻ തുടങ്ങാം, ഉടായിപ്പാണ്, അങ്ങനെയാണ് എങ്ങനെയാണ്, സോപ്പും പേസ്റ്റും വിട്ടിട്ട് ആരാണ് ഇവിടെ പൈസ ഉണ്ടാക്കണേ. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ കളിയാക്കാനും നമ്മളെ കുറ്റപ്പെടുത്താനും ഒരുപാട് ആളുകൾ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ 67 ആളുകളെ സംബന്ധിച്ച്, ഇപ്പൊ തുടക്കത്തിൽ ബിസിനസ്സിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ച് ഈ 67 ആളുകളെ നിങ്ങളാണ് കാണുന്നത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, ഇനി അടുത്തൊരാളെ കാണാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്റെ സമയത്ത് എന്റെ ഉള്ളിൽ ഇതിൽ വാശി കയറി. കാരണം ഞാൻ ഓരോരുത്തരെ കാണുന്ന സമയത്ത് നെഗറ്റീവ് അടിച്ച സമയത്ത് എനിക്ക് വാശിയാണ്. കാരണം ഒരാളെങ്കിലും എന്റെ കൂടെ വരുമല്ലോ വരുമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും വീണ്ടും ആളുകളെ കാണാൻ തുടങ്ങി. ഞാൻ ലാസ്റ്റ് ആളുകളെ കണ്ട സമയത്ത് ആരും വരാതെ സിറ്റുവേഷൻ വന്നപ്പോൾ ലീഡേഴ്സിനോട് പറഞ്ഞു, സാർ എനിക്ക് എന്തായാലും നടക്കുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ ആളുകൾ വരുന്നില്ല, എനിക്ക് എന്തായാലും ഞാൻ പഠിച്ച മേഖലയ്ക്ക് എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിലേക്ക് തന്നെ പോകാൻ വേണ്ടി നിന്നു. അപ്പൊ ലീഡേഴ്സ് ഒരു 2-3 ലീഡേഴ്സ് വീട്ടിലേക്ക് വന്ന് ഇരുത്തി, സാറേ ഇവിടെ അങ്ങനെയാണ്, ഇവിടെ നമുക്ക് തുടക്ക സമയത്ത് ചിലപ്പോൾ ടീം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു 50 ആൾക്കാണ്ട് ചിലപ്പോൾ 4 ആൾക്കാർ 5 ആൾക്കാർ വരുള്ളൂ. അപ്പൊ എപ്പോഴാണ് നമ്മളെ കോൺടാക്ട് ഇവിടെ കത്തുക അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 2 മോട്ടിവേഷൻ ഒക്കെ തന്ന സമയത്ത് നമ്മൾ വീണ്ടും ആളുകളെ കാണാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ ഒരു വ്യക്തി എന്റെ കൂടെ തുടക്ക സമയത്ത് ബിസിനസ്സിലേക്ക് വന്നു. ആ വ്യക്തി വന്നപ്പോ എനിക്ക് വലിയ നല്ല സന്തോഷമായി. കാരണം ആ വ്യക്തിയെ കാണാൻ തന്നെ നമ്മൾ 2-3 മണിക്കൂർ സംസാരിച്ചിട്ടാണ് വ്യക്തി എന്ത് ചെയ്തത്, ഒരു 5000 രൂപയ്ക്ക് ഇങ്ങനെ ഉൽപ്പന്നം എടുത്തത്. നമ്മുടെ കൂടെ ഒരാൾ വരുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷമാവുക. അപ്പൊ തുടക്ക സമയത്ത് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു ഒരാൾ വന്ന സമയത്ത്. പക്ഷെ ഈ ഒരാൾ വരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് വരുമാനം കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ ആ വ്യക്തിയിലൂടെ ഒരുപാട് ടീമിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി എത്തിച്ചു. അതേപോലെ തന്നെ മറ്റൊരു ഓർഗനൈസേഷനിലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തി വന്നു. അങ്ങനെ സത്യം പറഞ്ഞാല് ഒരു 2 വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പിന്നെ പ്രയത്നിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, ഒരു 2 വ്യക്തികൾ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. കാരണം ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വന്ന് ഒരുപാട് ആൾക്കാരെ കണ്ടു, പാർട്ട് ടൈമായിട്ട് തുടങ്ങി. ഒരു വർഷം കൊണ്ടാണ് കമ്പനിയുടെ TC എന്ന് പറഞ്ഞ റാങ്ക് എടുത്തത്. കാരണം നമ്മള് ഈ തുടക്ക സമയത്ത് ഇത് വരുമ്പോ നമ്മൾ ഇന്ന് മല മറിക്കാന്ന് വെച്ച് നമ്മൾ വന്ന സമയത്ത് നമുക്ക് കാര്യം സാധിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നി. പക്ഷെ ലീഡേഴ്സ് പറഞ്ഞു, നമ്മളിപ്പോ ആളുകൾ നോ പറഞ്ഞു കഴിഞ്ഞത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാലേ നമുക്കിതിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള ലീഡേഴ്സിന്റെ ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് ഞാൻ വീണ്ടും ഒരുപാട് ആൾക്കാരെ കണ്ടു. അങ്ങനെ തുടക്ക സമയത്ത് 2 വ്യക്തികളാണ് ഈ ബിസിനസ്സിലൂടെ എന്റെ കൂടെ കടന്നു വന്നിട്ടുള്ളത്. ആ 2 വ്യക്തികളിലൂടെയാണ് പിന്നെ ഞാൻ ഒരുപാട് നെറ്റ്വർക്കിലേക്ക് ഇന്ന് കടക്കാൻ സാധിച്ചത്. ശരിക്കും ഈ ബിസിനസ്സിൽ ഞാൻ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങിത്തിരിക്കാൻ കാരണം ഒരു പ്രോഗ്രാമാണ്, വേറൊരു പ്രോഗ്രാം അല്ല. നമ്മൾ RTP എന്നുള്ള റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വയനാട് വെച്ച്. അന്ന് നമ്മളെ ഞങ്ങളുടെ കപ്പിലെ ലീഡർ ആയിട്ടുള്ള, ഇന്ന് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രസാദ് സാറ്, ഇന്ന് GTC ലീഡർ ആയിട്ടുള്ള പിന്നെ ശ്രീജിത്ത് സാറ്, ഇന്ന് WTC ലീഡർ ആയിട്ടുള്ള സത്യൻ സാറ്, ഇവരൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ്ങിന് RTPയിലേക്ക് നമുക്ക് എന്ത് ചെയ്തത്, സെക്ഷൻ എടുത്ത് തരാൻ വേണ്ടി വന്നത്. അപ്പൊ അന്ന് നമ്മളെ RTPയിൽ നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഇൻഡസ്ട്രിയെ കുറിച്ചും ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഡയറക്ട് സെല്ലിങ് ഏതൊക്കെ മേഖലയിലൂടെയാണ് വളരാൻ പോണത്, ഈ മേഖലയിലൂടെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നും ഇത് എത്രത്തോളം തൊഴിലവസരങ്ങളാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു RTP എന്ന സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ഡ്രീംസ്, നമുക്ക് ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ എനിക്ക് വലിയ സ്വപ്നങ്ങളില്ലായിരുന്നു. അപ്പൊ എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പൈസ ഉണ്ടാക്കിയിട്ട് ഫാമിലി സെറ്റ് ആക്കണം എന്ന് ഒരൊറ്റ ആഗ്രഹമുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് ലക്ഷ്യം, അതിന്റെ എന്താണ് സ്വപ്നം എന്നുള്ള സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഈ ബിസിനസ്സിൽ വന്നിട്ടാണ്. കാരണം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാക്കാൻ പഠിപ്പിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെ ആ ഡ്രീംസ് ഉണ്ടാക്കാനും ഡ്രീംസ് ക്രിയേറ്റ് ചെയ്യാനും ഞാൻ RTPയിൽ നിന്ന് ഒരു തീരുമാനം എടുത്തു. അങ്ങനെ അന്ന് ശരിക്കും പറഞ്ഞാല് ഒരു ഡിസിഷനോട് കൂടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ RTP വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തത്, എന്റെ വീട്ടിലോട്ട് വന്നിട്ടുള്ളത്. കാരണം
അന്ന് യഥാർത്ഥ നമ്മുടെ ലീഡേഴ്സ് വന്ന് കടന്നു വന്ന വഴികളും അവര് പിന്നെ എടുത്ത എഫോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെട്ടത് എന്താ വെച്ചാൽ ഒരു പച്ചയായ ഒരു സംഭവമാണ് RTP എന്ന സംഭവത്തിൽ നമുക്ക് എന്ത് ചെയ്ത് വ്യക്തമാക്കാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ലീഡേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാം ഉൾക്കൊണ്ടു. ഞാൻ വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞമ്മ ഞാന് പഠിച്ച മേഖല ഞാൻ പിന്നെ ഒഴിവാക്കുകയാണ്. കാരണം ഞാൻ ഇതിലേക്ക് ഒന്ന് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് നടക്കുള്ളൂ. മറ്റേത് ഞാനൊരു മേഖലയിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് പാർട്ട് ടൈം ആയിട്ടാണ് പിന്നെ ഒരുപാട് ആൾക്കാരോട് ഈ അവസരം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് പറഞ്ഞ സമയത്ത് ആളുകൾക്ക് ഒരു പേടി, കാരണം ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ അവരുടെ ജോലി ഇല്ലാതാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായത് കൊണ്ട് ആൾക്കാർ എൻ്റെ കൂടെ കടന്നു വന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ പ്രൊഫഷൻ പിന്നെ CMA മാറ്റി വെച്ച് ഞാനൊരു RTPയിലൂടെ ഒരു തീരുമാനം എടുത്ത് ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിച്ച സമയത്ത് എൻ്റെ കൂടെ എന്ത് ചെയ്തു ഒരുപാട് ആളുകൾ കടന്നു വരാൻ തുടങ്ങി. കാരണം അക്ഷയ് എന്ന വ്യക്തി ഫുൾ ടൈം ആയിട്ട് മൈലേക്സിൽ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു എന്നുള്ളത് എന്ത് ചെയ്തു എൻ്റെ ടീം മെമ്പേഴ്സിനെ അറിയാൻ തുടങ്ങി. എൻ്റെ നാട്ടിലും ഹോം ഷോപ്പിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിലൂടെ എന്ത് ചെയ്തു ആളുകൾക്ക് മനസ്സിലായി അവൻ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്ത് ചെയ്തു എൻ്റെ നാട്ടുകാർക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ 2 വ്യക്തികളോട് തുടങ്ങിയ ഒരു ബിസിനസ് ആണ്. ഇന്നിന്റെ ID നോക്കുന്ന സമയത്ത് 1500-ൽ പര ആളുകളിലേക്ക് എന്ത് ചെയ്തു ഈ ഒരു നെറ്റ്വർക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പത്തെ എൻ്റെ ഒരു ഹാപ്പി മൂമെന്റ്സ്. കാരണം നമ്മൾ ഇത്ര ആളുകളിലേക്ക് ഒരിക്കലും നമ്മൾ ഈ ബിസിനസ് എത്തിച്ചത് നമ്മൾ ഡയറക്റ്റ് എത്തിച്ചല്ല. 2 വ്യക്തികളാണ് സ്പോൺസർ ചെയ്തത്. പക്ഷെ 2 വ്യക്തികളിലൂടെ 1000-ന് പുറത്ത് ആളുകളിലേക്ക് എത്തി. പക്ഷെ 2 വ്യക്തികൾ വരാൻ കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ആൾക്കാരെ നിരന്തരം കണ്ടത് കൊണ്ടാണ് ആ 2 വ്യക്തികളിലേക്ക് എന്ത് ചെയ്തത് എനിക്ക് ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. 1 കൊല്ലം ഞാൻ കമ്പനിയുടെ TCR റാങ്ക് പിന്നെ എത്താൻ വേണ്ടി എന്ത് ചെയ്തു എടുത്തു. പക്ഷെ ആ 1 കൊല്ലത്തിന് ശേഷം പിന്നെ TC ആയപ്പോൾ എനിക്ക് അപ്പുറം കുറച്ച് ടീമുകൾ വന്നു. ആ ടീമിൽ നിന്ന് പിന്നെ അടുത്ത ടീം ഉണ്ടാക്കാനും അതിലൂടെ അടുത്ത ATC റാങ്ക് പിടിക്കാനും ATC റാങ്കിൽ നിന്ന് 4 മാസം കൊണ്ട് DTC പിടിക്കാനും DTCയിൽ നിന്ന് 6 മാസം കൊണ്ട് ZTC പിടിക്കാനും ZTCയിൽ നിന്ന് 3 മാസം കൊണ്ട് STC പിടിക്കാനും അടുത്ത RTC ആണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസം കട്ട് ഓഫിന്റെ ഉള്ളിൽ തന്നെ അടുത്ത റീജിയണൽ ടീം ഗോൾഡ് റാങ്കും നമുക്ക് എന്ത് ചെയ്യും ഇമ്മീഡിയറ്റ്ലി വരാൻ പോവാണ്. അപ്പൊ എല്ലാ വിധത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ പ്രായം പറഞ്ഞ 10-25 വയസ്സ് പ്രായമായിട്ടുള്ളൂ. ഈ ചെറുപ്രായത്തിൽ കമ്പനീന്റെ ഇന്ന റാങ്ക് പിടിക്കാനും ഒരുപാട് ആളുകളെ മുന്നിൽ സംസാരിക്കാനും തുടക്ക സമയത്തൊക്കെ ഒരാളോട് നമുക്ക് ഒരു അവസരം പറയുന്ന സമയത്ത് പേടിയായിരുന്നു, കൈയും കാലൊക്കെ വിറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നായിരുന്നു. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ലീഡേഴ്സ് പറഞ്ഞു സാറേ നിങ്ങൾ തന്നെ പോയിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ മുന്നിൽ പതറാതെ സംസാരിക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡന്റ് ലീഡേഴ്സിന് തന്ന സമയത്താണ് എന്ത് ചെയ്തത് നമ്മൾ ധൈര്യപൂർവ്വം നമ്മൾ എല്ലാവരിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറയുകയാണെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ വേദിയിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ക്വാളിറ്റി ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്തു ഈ ബിസിനസ്സിലൂടെ ഈ മൈലേജിൽ വരുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഇവിടെ അഭിമാനിക്കുന്നത്. കാരണം നമുക്ക് പുറത്ത് ഒരു മേഖലയിൽ ജോലി ചെയ്താൽ കിട്ടാത്ത പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തു ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. പണം മാത്രമല്ല നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കൂടി ചിന്തിക്കണം. പൈസ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാലും നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ആഴ്ചയിലും ശക്തമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. തുടക്ക സമയത്ത് ഞാൻ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് 500, 1000, 2000 ഒക്കെ ആയിരുന്നു തുടക്ക സമയത്ത് ഈ ബിസിനസ്സിലൂടെ എനിക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ 500, 1000, 2000 കിട്ടിയ സമയത്ത് ഈ ബിസിനസ്സിലൂടെ വരുമാനം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ടായി. കമ്പനി വരുമാനം തരുന്നുണ്ടല്ലോ ഒരു ബോധ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് എന്നോട് ലീഡേഴ്സ് പറഞ്ഞു സാറേ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിന് 500 അല്ല 1000 അല്ല ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സാറിന്റെ തീരുമാനം പോലെയാണ് ഈ വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നുകൂടി ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വരുമാനം 5000-ലേക്ക് എത്തിക്കാൻ സാധിച്ചു, 10,000-ലേക്ക് എത്തിക്കാൻ സാധിച്ചു, ആഴ്ച വരുമാനം 21,000-ലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതുപോലെ DTC കഴിഞ്ഞ സമയത്ത് 50,000-ലേക്ക് എത്തിക്കാൻ സാധിച്ചു, പിന്നെ 1.30-ലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇത് പറയുകയാണെങ്കിൽ ഒരു മാസം 2.5 ലക്ഷം രൂപയോളം ഒരു മാസം വരുമാനം ഈ ഒരു ബിസിനസ്സിലൂടെ വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പറയുകയാണെങ്കിൽ പിന്നെ 2.25 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് 2 വർഷം മുന്നേ ഈ ബിസിനസ്സിലൂടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത്
ഒരു ചെറിയൊരു ഫോൺ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറയുകയാണെങ്കിൽ ഒരു 55,000 സാംസങ്ങിന്റെ ഫോണുണ്ട്. ഒരു പുതിയൊരു ഐഫോണും ഈ സമയത്ത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് ഒരു ടാബും ഈ ഒരു സമയത്ത് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ. ഒരു ചെറുപ്രായത്തിൽ നമ്മൾ അധ്വാനിച്ച് ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും എന്താ വെച്ചാൽ വീട്ടുകാരെ ആശ്രയിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തെടുക്കാൻ സാധിച്ചിട്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 10-25 വയസ്സ് പ്രായമായിട്ടുള്ളൂ. ഈ പ്രായത്തിലും പല കാര്യങ്ങള് പല ആളുകളും എൻ്റെ ഒപ്പമുള്ള സ്റ്റുഡൻസുകൾ, എൻ്റെ ഒപ്പമുള്ള പഠിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും വീട്ടുകാരെ ആശ്രയിച്ച് നിൽക്കുന്ന സമയത്തും അവർ ജോലിക്ക് വേണ്ടി പല മേഖലയിലും ആശ്രയിച്ച് പോകുന്ന സമയത്തും നമ്മളിവിടെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് പറയുകയാണെങ്കിൽ പിന്നെ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒരു എൻഗേജ്മെന്റും ഈ ബിസിനസ്സിലൂടെ വരുമാനം കിട്ടിയ സമയത്ത് എന്ത് ചെയ്തു, 2 മാസം തുടർച്ചയായിട്ട് പെർഫോമൻസ് ബോണസ് അടിച്ച സമയത്ത് അത്യാവശ്യം വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എൻഗേജ്മെന്റ് ഈ ബിസിനസ്സിലൂടെ നടത്തിയെടുക്കാൻ ഞാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ RTC കഴിഞ്ഞ് NTC ടച്ചിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കല്യാണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കും. കാരണം പ്രായം ചെറുപ്രായമാണ്, പക്ഷെ നേട്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാം ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് വെറുതെ അല്ല, ഈ ബിസിനസ്സിൽ വിജയിച്ച ആളുകളെ കണ്ടു, ഇവരെടുത്ത എഫോർട്ട് എന്താണോ അത് കറക്റ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. കാരണം ഈ ബിസിനസ്സിൽ വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട, നമ്മളെ മുന്നിൽ വിജയിച്ച പല വ്യക്തികളും ചെയ്ത കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ അതേപടി കോപ്പി അടിച്ച് ശക്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് അവരുണ്ടാക്കുന്നതിന്റെ 4 ഇരട്ടി റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ അപ്ലൈ ലീഡേഴ്സ് ആയിട്ടുള്ള ബെല്ലി സാറായിട്ടും പ്രസാദ് സാറായാലും സത്യമാസ്റ്റർ ആണെങ്കിലും മുബിൻ സാർ ആണെങ്കിലും അവരൊക്കെ 10, 12, 13 വർഷം ഡയറക്ട് സെല്ലിംഗിലും മൈലേജിൽ വന്നിട്ടില്ല. തുടക്ക സമയത്തുണ്ടായ ഒരുപാട് എക്സ്പീരിയൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ 2 വർഷം 3 വർഷം 4 വർഷം 1 വർഷമൊക്കെ ആയിട്ട് ആളുകളായിരിക്കും. നാളെ 4 വർഷം കഴിഞ്ഞാലും നമുക്ക് അവരുടെ പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എത്തിക്കാൻ വേണ്ടി സാധിക്കും. കാരണം അവർക്ക് അന്ന് അവർ തുടങ്ങിയ സമയത്തിൽ സ്ട്രഗിൾ ഒന്നും ശരിക്കും പറഞ്ഞാല് ഇന്ന് ബിസിനസ്സിലേക്ക് വരുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ സന്തോഷിക്കേണ്ടത്. കാരണം അന്നൊന്നും കേരളത്തിൽ ഔട്ട്ലെറ്റുകളില്ല, പർച്ചേസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അതുപോലെ നമ്മളൊരു 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ വന്നു. പക്ഷെ ഇന്നത്തെ നമ്മളെ ഈ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആളോട് പറഞ്ഞ 8 ആൾ 9 ആൾ 10 ആൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്തു, നമ്മളെ ബിസിനസ് മാറി എന്നുള്ളതാണ്. കാരണം ഇന്നൊക്കെ പല ഏരിയകളിലും GTS സെന്ററുകളൊക്കെ പോയി കഴിഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും ശ്വാസം വിടാനും പറ്റാത്ത സാഹചര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാ സൺഡേയിലും GTS നടക്കാറുണ്ട്. ഈ ഞായറാഴ്ചകളിലൊക്കെ അവിടെ വരുന്ന ജനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അത്രയും ക്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമുകളാണ് എല്ലാ ആഴ്ചകളും പല ഏരിയയിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ നിലമ്പൂർ മേഖലയിൽ GTS നടക്കാറുണ്ട് എല്ലാ ആഴ്ചയും. അതുപോലെ വണ്ടൂരുണ്ട്, അതുപോലെ മലപ്പുറം ഉണ്ട്, തൃശ്ശൂരുണ്ട്, പിന്നെ എറണാകുളം, എല്ലാ മേഖലയിലും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ശക്തമായ GTS പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആളുകൾക്ക് സാധ്യതകൾ മനസ്സിലായി തുടങ്ങി. എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നും എന്താണ് മൈലേജ് എന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ആദ്യം ജനങ്ങളെ വിചാരം ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്, ആളെ കൂട്ടം പരിപാടിയാണ്, ഉടായ്പാണെന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്ക് പിന്നെ മാറി. ആളുകൾക്ക് മനസ്സിലായി ഇവിടെ വന്നു കഴിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. ശക്തമായിട്ട് തീരുമാനം എടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങൾ എന്താണോ സ്വപ്നങ്ങൾ എന്താണോ നേടിയെടുക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് പ്രൊഫഷണൽ ആയ ആളുകൾ വരെ, പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല, അഡ്വക്കേറ്റ് ആയ ആളുകൾ നമ്മളെ മൈലേജ് ചെയ്യുന്നുണ്ട്, MBA കഴിഞ്ഞ ആളുകൾ ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകള്. അപ്പൊ സാധാരണ വീട്ടമ്മമാര്, ഇപ്പൊ എന്റെ ടീമിൽ തന്നെ വീട്ടമ്മമാർ ഒരുപാട് ലേഡീസുകളുണ്ട്. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഹോട്ടൽ പണിക്ക് പോയ ആളുകളുണ്ട്, പെയിന്റിംഗ് പണിക്ക് പോയ ആളുകളുണ്ട്, തൊഴിലുറപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. പല കാറ്റഗറി ആളുകൾ നമ്മളെ കൂടെ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോ നമ്മളൊക്കെ ചിന്തിക്കാൻ എത്ര ചെയ്താൽ മതി, നമ്മളൊന്നും പിന്നെ കുടുംബത്തിൽ ലക്ഷപ്രഭുവായിട്ട് കോടീശ്വരനായിട്ടല്ല നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്നത്. നമ്മൾ ഈ ബിസിനസ്സിലൂടെ നമുക്ക് 5,000, 10,000 ലക്ഷങ്ങൾ വരുമാനം ഇവിടെ വന്ന് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ വെറുതെ എന്തായാലും ഇവിടെ ബിസിനസ്സിലേക്ക് വന്ന് കിട്ടൂലല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കമ്പനി നമുക്ക് ഒരാഴ്ചയിൽ 2,10,000 വരുമാനം കൊടുക്കുമെന്ന് കമ്പനി പറയുന്നുണ്ട്. ആ കമ്പനി പറയുന്ന വരുമാനത്തിന് എത്രയാണോ നമ്മളെ ടാർഗറ്റ്, ആ ടാർഗറ്റ് പിടിച്ച് നമുക്ക് വരുമാനം കിട്ടും. ഇൻഷാല്ലാ അടുത്ത എന്റെ ടാർഗറ്റ് 2,10,000 ആണ്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ ആ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതെല്ലാം ശക്തമായ പ്രവർത്തനത്തിലാണ്. അതുപോലെ തന്നെ അടുത്തൊരു മാസം പുതിയൊരു വണ്ടി, ഒരു 13-14 ലക്ഷം റുപ്യന്റെ വണ്ടി, ഒരു കാറ് ഈ ബിസിനസ്സിലൂടെ ഈ ചെറുപ്രായത്തില്
എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ വലിയ വലിയ മൂവ്മെന്റ്സുകളാണ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ മാസം പറയുകയാണെങ്കിൽ ഇപ്പൊ എൻഗേജ്മെന്റ് സമയത്ത് ഗോൾഡ് 2.5 ലക്ഷം റുപ്യന്റെ ഗോൾഡ് എടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ബിസിനസിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിലേക്ക്, യഥാർത്ഥ വരുമാനത്തിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഒരു 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തും എന്നുള്ള ഒരു 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 ഫോക്കസ് നമ്മൾ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുവെക്കണം. 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഏത് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, ഏത് റാങ്ക് ആയിരിക്കും, അത് എത്ര വരുമാനം ഉണ്ടാക്കും, അന്ന് നമ്മുടെ ഫാമിലി എങ്ങനെയായിരിക്കും. കാരണം നമുക്ക് ഫോക്കസും ലക്ഷ്യവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. ഇപ്പൊ നമ്മളെ ലീഡർമാരൊക്കെ പറയാനായിട്ടില്ലേ, ബോർഡില്ലാത്ത ബസ്സിൽ പോയിട്ട് കാര്യമുണ്ടോ, നമുക്ക് എവിടെ ഇറങ്ങേണ്ടെന്ന് അറിയില്ല. അപ്പൊ ആദ്യം ലക്ഷ്യസ്ഥാനം നമ്മൾ ആദ്യം എഴുതി വെക്കണം. നമ്മളെ ടാർഗറ്റ് നമ്മൾ എഴുതി വെക്കണം. ആ ലക്ഷ്യവും ഫോക്കസും ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുള്ളൂ, നമ്മൾ ആ ഡ്രീംസ് നമുക്ക് അവിടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന പല വ്യക്തികളെ സംബന്ധിച്ചും പല ആളുകൾ പല മേഖലയിൽ നിന്ന് വന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ഇതിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും, ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്ന ആ മേഖലയിൽ നിന്ന് 10 ഇരട്ടി വരുമാനം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഡയറക്ട് സെല്ലിംഗ്, നമ്മളെ മൈലേബിഷ്യൽ മാർക്കറ്റിംഗിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിൽ 5 റുപ്യ 10 റുപ്യ അല്ല കമ്പനി തരുന്നത്. ഒരാഴ്ച 2,10,000 വരുമാനം കമ്പനി തരാൻ തയ്യാറാണ്. ഇന്ന് നമ്മളെ മുൻനിരയിലെ ലീഡർമാർ എല്ലാ ആഴ്ചയും 2,10,000 വരുമാനം വാങ്ങുന്നുണ്ട്. കാരണം ആ 2,10,000 അവർ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങാൻ വേണ്ടി അവരെടുത്ത എഫേർട്ട്, അവരെടുത്തൊരു സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ പുറകെയാണ് നമ്മളിവിടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. കാരണം അവർ ചെയ്ത പണി എന്താണോ നമ്മൾ ചെയ്യാം. അപ്പൊ ലീഡർമാർ നമുക്ക് പിന്നെ ടീമാണ് വേണ്ടത്. ഈ ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. GTSകൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. GTSൽ ഉപയോഗപ്പെടുത്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകളെ FSലേക്ക് പങ്കെടുപ്പിക്കുക. കാരണം ഒരു ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലേ ഒരു വ്യക്തി എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ്, മീറ്റിംഗ്സും പ്രോഗ്രാംസും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും, ഒരു കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലോ പിന്നെ വലിയ എഡ്യൂക്കേഷൻ ഇല്ലാത്ത വ്യക്തിയാണെങ്കിലോ ഏത് വ്യക്തിക്കാണെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾക്ക് നോളജ് ഈ ബിസിനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നേടിക്കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നമ്മളെ ലീഡേഴ്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടാങ്കിലില്ലതേ പൈപ്പിൽ വരുള്ളൂ. ടാങ്കിൽ എന്താണോ നമ്മൾ കയറ്റി വെച്ചത് അതാണ് പൈപ്പിലൂടെ വരുള്ളൂ. ആ ടാങ്കാണ് നമ്മളെ ബ്രെയിന്. ആ ബ്രെയിനിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മീറ്റിംഗ്സും പ്രോഗ്രാംസും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ നോളജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആ നോളജ് ആണ് നാളെ നമ്മളൊരു വ്യക്തിയോട് കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഈ ബിസിനസ്സിൽ എന്ത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയം ക്ലിയർ ആക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇന്ന് പോലീസ് അല്ല, പട്ടാളല്ല, ഇന്ന് അഡ്വക്കേറ്റ് അല്ല, ഏത് കൊല കൊമ്പനാണെങ്കിലും ഏത് മന്ത്രി ആണെങ്കിലും എന്ത് ചെയ്യും, നമ്മളെ മൈലേബിഷ്യൽ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കും. കാരണം ഇന്നൊരു മന്ത്രിക്ക് കിട്ടുന്നതിനേക്കാളും ഒരു മുഖ്യമന്ത്രി കിട്ടുന്നതിനേക്കാളും ഒരു ഇന്ത്യൻ പ്രസിഡന്റ് കിട്ടുന്ന വരുമാനം നമുക്ക് എന്ത് ചെയ്യാം, മൈലേബിഷ്യൽ മാർക്കറ്റിംഗിൽ വാങ്ങുന്ന നിരവധി ആളുകൾ നമ്മുടെ ടീമിലുണ്ട്. അപ്പൊ എന്തുകൊണ്ട് മൈലേബിഷ്യൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഏറ്റെടുത്തുകൂടാ? കാരണം നമ്മൾ ഏറ്റെടുക്കുന്നത് പോലെയാണ് നമ്മളെ ലൈഫ് സ്റ്റൈൽ, നമ്മളെ വരുമാനം. നമ്മൾ തീരുമാനം എടുത്ത് ഇറങ്ങി തിരിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവും. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. എല്ലാ മനുഷ്യന്മാരാവുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഒപ്പമുള്ള ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രയാസങ്ങൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ സക്സസ് ആവില്ല. നമ്മൾ ലൈഫിൽ സക്സസ് ആവാനാണ് നമ്മൾ മൈലേബിഷ്യൽ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോ സക്സസ് ആവുമ്പോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നോക്കി എന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നോക്കാതെ നമ്മളെ ലക്ഷ്യം സക്സസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ടാർഗറ്റ് വെക്കുക, ഫോക്കസ് ചെയ്യുക, ഇത്ര ദിവസം കൊണ്ട് എവിടെ എത്തണം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് എഴുതി വെച്ച് അതിനോട് പ്ലാനിങ് ചെയ്യുക, ആക്ഷൻ പ്ലാൻ ചെയ്യുക. അതിന് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് ലീഡേഴ്സിനോട് ചോദിക്കുക, സാറേ എനിക്ക് അടുത്ത റാങ്ക് പിടിക്കണം, എനിക്ക് ഇത്ര വരുമാനം പിടിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് ശക്തമായി പ്രവർത്തിക്കുക. ഇപ്പൊ എന്റെ ടീമിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരു ലേഡി ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല സാറേ, സംസാരിക്കാനേ കഴിയില്ല, സാധനം വിൽക്കാനേ കഴിയില്ല എന്ന് പറഞ്ഞ ലേഡി ഉണ്ട് എന്റെ ടീമില്. ഞാൻ പറഞ്ഞു, മാഡം ആദ്യം നിങ്ങളൊന്ന് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നുണ്ടോ നോക്ക്, നിങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ മേഡത്തിന് 10-25 വർഷത്തിന് മേലെ പ്രയാസം ഉണ്ടായിരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു, ആസ്മ അലർജി പ്രശ്നങ്ങള്. ആ ആസ്മ അലർജി പ്രശ്നങ്ങള് ഒരുപാട് അലോപ്പതി മരുന്നുകൾ, ഒരുപാട് ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ചിട്ടും മാറാത്തത്
നമ്മൾ ആയുഷിന്റെ നമ്മളെ കവചാപ്രസും ആയുഷ്വാസും അതുപോലെ ഇൻഹേലറും കഫ്നിൽ ഉപയോഗിച്ച സമയത്ത് 3 to 6 months ഉപയോഗിക്കാൻ പറഞ്ഞു. 3 മാസം ഉപയോഗിച്ച സമയത്ത് തന്നെ എന്ത് ചെയ്തു, ആ വ്യക്തിക്ക് ഇതുവരെ മാറാത്ത പ്രശ്നങ്ങൾ മാറിക്കിട്ടി. അങ്ങനെ പ്രൊഡക്റ്റിൽ വിശ്വാസം വന്നു. ഇന്ന് ശക്തമായിട്ട് നമ്മളെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തിയിലൂടെ ജസ്റ്റ് പറയണേ, എനിക്ക് ഇന്ന് 45-50 ലക്ഷം റുപ്യന്റെ മേലെ ടേൺ ഓവർ എന്ത് ചെയ്തു ആ വ്യക്തിയിലൂടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇന്ന് അപ്കമിങ് ZTC ആണ് ആ ലേഡി. കാരണം ഇന്ന് ഒരു പേസ്റ്റ് പോലും വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആ ലേഡി 15 ലക്ഷം റുപ്യന്റെ മേലെ സാധനം 1.5 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്റെ ടീമിൽ ഇന്ന് ആ ലേഡി വിറ്റു. കാരണം ഞങ്ങള് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു സോപ്പ് പോലും വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ലേഡി 15 ലക്ഷം റുപ്യന്റെ മേലെ സാധനം വിൽക്കണം എന്നുണ്ടെങ്കിൽ ആ മേഡത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിനോട് കൂടിയ റിസൾട്ട് ആണ്. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രൊഡക്റ്റാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. കാരണം ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയിട്ട് മാറാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ഒരു ഉൽപ്പന്നത്തിലൂടെ മാറി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അഭിമാനിക്കാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്. അപ്പോ പ്രൊഡക്റ്റ് എന്ന നമ്മുടെ ദൈവമാണ്. ആ പ്രൊഡക്റ്റിന് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു അതിലൂടെ നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒരു വീട്ടമ്മയായ ലേഡി 1.5 വർഷം കൊണ്ട് 15 ലക്ഷം റുപ്യന്റെ സാധനം വിറ്റിട്ടുള്ളത്. ഇന്ന് ചുങ്കത്തറ സ്വദേശിയാണ് ലേഡി. അപ്പോ ഇന്ന് അപ്കമിങ് ZTC ആണ്. ആഴ്ച വരുമാനം 50,000 രൂപയിലൊക്കെ എത്തിയ ലേഡിയാണ്. അപ്പൊ ഞാൻ അത്ര നിങ്ങളോട് പറയുന്നുള്ളൂ, ഒരു വീട്ടമ്മയാണ്. 10-55 വയസ്സിലെ ഒരു വീട്ടമ്മയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ചെറുപ്പക്കാരനോ പ്രായം കൂടിയതോ പിന്നെ പ്രായം കുറഞ്ഞതോ ഒന്നുമില്ല. ഒരു തീരുമാനം എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ആ മേഡത്തിനോട് പറഞ്ഞു, സാറേ എന്നെ കൊണ്ട് വിൽക്കാൻ കഴിയില്ല, അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ ഇന്ന് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഇന്ന് ഈ നമ്മളെ കമ്പനിയിലെ 95 എന്ന പ്രൊഡക്റ്റ് 100-ൽ മേലെ ആളുകളിലേക്ക് എന്ത് ചെയ്തു, ഇന്ന് ആ വ്യക്തി കൊടുത്തു, ഇന്ന് റിസൾട്ട് കാണിച്ചു കൊടുത്തു. കാരണം ആ വ്യക്തിക്ക് കിട്ടിയ റിസൾട്ട് ആണ് അദ്ദേഹം ഇന്ന് 100 ആളുകളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് മീറ്റിംഗിൽ ഒരുപാട് വ്യക്തികളെ, ഇന്ന് 100-400 ആളുകൾ ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ 400 ആളുകൾ ചിലപ്പോൾ പ്രൊഡക്റ്റ് ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഉപയോഗിക്കണം എന്നില്ല. ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നന്നാവുക. നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മളെ മാറ്റങ്ങൾ കാണിച്ചു കൊടുക്കുക. എന്നാലേ നാളെ നാട്ടുകാരെ നമുക്ക് എന്തേ ഉള്ളൂ, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ നമ്മളെ പല്ലേക്ക് നമ്മളെ പേസ്റ്റ് ഉപയോഗിക്കാതെ നാളെ വേറൊരാളോട് പോയിട്ട് നമ്മളെ പേസ്റ്റ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് മാക്സിമം എല്ലാവരും ഉപയോഗിക്കുക. അതിന്റെ റിസൾട്ട് നമ്മൾ ധൈര്യപൂർവ്വം നമ്മൾ മറ്റുള്ള ആൾക്ക് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ തന്നെ ഒരുപാട് റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങളെ ടീം റോയൽ ബറ്റൽ എന്ന് പറഞ്ഞ ടീമിൽ ഒരു ലേഡി ഉണ്ട്. ഒരുപാട് കടത്തിൽ നിന്ന് ജപ്തി വന്നതാ. വീടുമ്പോ ജപ്തി, ബാങ്കുകാർ പോയി ജപ്തി ഒട്ടിച്ച സമയത്ത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ച് ഒരു മുസ്ലിം സ്ത്രീ, ഒരു ലേഡിയാണ് 28 ലക്ഷം റുപ്യന്റെ സാധനം എന്ത് ചെയ്തു, ഇന്ന് 2.5 വർഷം കൊണ്ട് ആ ലേഡി ഇന്ന് വിറ്റ് കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കണം, 28 ലക്ഷം റുപ്യന്റെ സാധനം ഇന്ന് വിറ്റ് പ്രോഫിറ്റ് എത്ര ഉണ്ടാവും. ഇന്ന് ആ വ്യക്തിയുടെ വീടിന്റെ ജപ്തി മാറ്റി പുതിയ വീട് പിന്നെ തറക്കല്ലിട്ടു. അപ്പോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാല്, ഒരു വ്യക്തിക്ക് തീരുമാനം എടുത്തു കഴിഞ്ഞാല് മറ്റുള്ളവർ പലരും പറയും, എന്തിനാ എടി ഈ സാധനം വിറ്റ് നടക്കണേ, അനക്ക് വീട്ടിലിരുന്നാ പോരെ. പക്ഷെ ആ ലേഡിക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരാളും പൈസ കൊടുക്കൂല. ആ വ്യക്തിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്ത് കഴിഞ്ഞാലേ 1000 ആയാലും 2000 ആയാലും പോരെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉളുപ്പും മടി നോക്കണ്ട. ഈ ബിസിനസ്സിൽ തുടക്ക സമയത്ത് നമുക്ക് റീറ്റെയിലിന്റെ ഓപ്ഷൻ ഉള്ളൂ. പിന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ റീറ്റെയിൽ ചെയ്യാനുള്ള സാഹചര്യം, സമയം, സന്ദർഭം ഇപ്പൊ വരുന്നില്ല. പക്ഷെ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഞാൻ 6 മാസം എന്ത് ചെയ്തു, ലോൺ റീറ്റെയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ലോണ് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 3-4 ലക്ഷം റുപ്യന്റെ മേലെ സാധനം എടുത്ത് ഞാൻ വിറ്റിട്ടുണ്ട്. കാരണം തുടക്ക സമയത്ത് ടീം ആവുന്നവരെ നമുക്ക് ഉൽപ്പന്നങ്ങൾ എടുത്ത് വിറ്റ് ആ പ്രോഫിറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. തുടക്ക സമയത്ത് വരുന്ന ആളുകളെ പ്രയാസങ്ങൾ എന്താ, സാറേ വണ്ടിയിൽ എണ്ണ അടിക്കാൻ പൈസ ഇല്ല, ഒരാളെ കാണാൻ പൈസ ഇല്ല, ഇങ്ങനത്തെ പല പ്രയാസങ്ങൾ ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൈസ തുടക്ക സമയത്ത് ഉണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ന് MC എടുത്ത ആ ലേഡി MC എടുത്ത സമയത്ത് തന്നെ ആ ലേഡിന്റെ ബാക്കിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളാണ്. വളരെ സന്തോഷം ഈ അവസരത്തിൽ അത് കാണുമ്പോൾ. കാരണം ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മുടെ ഒരു കച്ചവടമാണ് ചെയ്യുന്നത്. ഈ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ നമ്മൾ ബിസിനസ്സുകാരനാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് കാര്യം, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് ശരിക്കും ഇത്ര ചിന്തിച്ചാൽ മതി. ഈ ഒരു ബിസിനസ്സിൽ ശരിക്കും ഒരു 4 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നമുക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലീഡേഴ്സ് ചെയ്ത കാര്യങ്ങൾ എന്താണ്, അത് കറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ആ 4 കാര്യങ്ങളാണ് ഒന്ന് റീറ്റെയിൽ. നല്ലോണം റീറ്റെയിൽ ചെയ്ത വ്യക്തിക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ റീപർച്ചേസ്, ഒരു ഉൽപ്പന്നം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം.
ഇപ്പൊ ഇന്ന് MC എടുത്ത ലേഡി ആ പ്രൊഡക്റ്റ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ ആ സാധനം കഴിയുമ്പോൾ തന്നെ നമ്മൾ അടുത്ത സാധനം റീസ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നമ്മളൊരു ബിസിനസ്സുകാരനാവുക. ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോ ഏത് ഷോപ്പിലാണെങ്കിലും സാധനം എല്ലാം കഴിഞ്ഞിട്ടല്ലല്ലോ ആ വ്യക്തി ആ ഷോപ്പിലേക്ക് സാധനം ഇറക്കുക. ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റോർ ആണെങ്കിൽ എല്ലാ സാധനം മെഡിക്കൽ സ്റ്റോറിൽ വിറ്റ് ചെലവായിട്ടാണോ ആ മെഡിക്കൽ സ്റ്റോറിൽ വീണ്ടും സാധനം ഇറക്കുക? അല്ല, അവര് വീണ്ടും എന്ത് ചെയ്യും, സാധനം കഴിഞ്ഞ വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവരെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലത്തെ ഒരു സംരംഭകനാണ് ആര്? നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ എന്തേ ഉള്ളൂ, നമുക്ക് വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ റീറ്റെയിൽ ചെയ്യുക, റീപർച്ചേസ് ചെയ്യുക, അത് റിക്രൂട്ട്മെന്റ്. ഈ ബിസിനസ്സിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ്. കാരണം ഒരുപാട് വ്യക്തികളെ ഈ ബിസിനസ് അവസരത്തിലേക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ വലിയൊരു ടീമിനെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാ മേഖലയിലും റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ലുലുമാളിൽ റിക്രൂട്ട്മെന്റ് ഇല്ലേ, പട്ടാളത്തിൽ റിക്രൂട്ട്മെന്റ് ഇല്ലേ, ഏതൊരു പ്രൈവറ്റ് മേഖലയിലും ഏതൊരു ബാങ്കിൽ റിക്രൂട്ട്മെന്റ് ഇല്ലേ, അതേ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. നല്ല കഴിവ്, നല്ല കപ്പാസിറ്റിയിൽ ഒരുപാട് ആളുകൾ നമ്മൾ കൂടെ വരും. ചിലപ്പോൾ 10 ആളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 ആളെ വരുള്ളൂ. പക്ഷെ 10 ആളെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എടുത്താലല്ലേ 4 ആളെ കിട്ടുള്ളൂ. ചിലർ വിചാരിക്കും ഒരാളെ 2 ആളെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ടില്ല സാറേ, എനിക്ക് ടീമായിട്ടില്ല സാറേ, ഞാൻ എങ്ങനെ ഇത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, പല പ്രയാസങ്ങൾ പല ബുദ്ധിമുട്ടുകൾ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തുടക്ക സമയത്ത് 67 ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഈ 67 ആളും വന്നില്ല. പക്ഷെ എന്റെ ഉള്ളിൽ എന്തായിരുന്നു, എന്നിലൂടെ ആളുകൾ വരണം, എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരേ ഒരു ദൃഢനിശ്ചയം ഞാൻ ഉള്ളിൽ വെച്ചത് കൊണ്ട് എന്ത് ചെയ്തു, പിന്നെ ഞാൻ ആളുകളെ കാണാൻ തയ്യാറായി. ഞാൻ തുടക്കത്തിൽ ബിസിനസ് നിർത്തിപ്പോയ വ്യക്തിയാണ്. പക്ഷെ എന്റെ ബിസിനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ലീഡേഴ്സ് പറഞ്ഞു, സാറേ ആളുകൾ വരും, നമ്മൾ ഈ ഒരു അവസരങ്ങൾ ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുത്താലാണ് എന്ത് ചെയ്യാം, നല്ല ആളുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു 2 വ്യക്തികളാണ് തുടക്കത്തിൽ വന്നത്. ആ 2 വ്യക്തികളിലൂടെ 1500 പുറത്ത് ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കാൻ പറ്റി. 2 കോടിക്ക് മേലെ കച്ചവടം ചെയ്തു, ചുരുങ്ങിയ അളവുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഒരു 2 കോടിക്ക് മേലെ കച്ചവടം നമ്മൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ പുറത്തൊരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ 10 കോടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇവിടെ ഞാൻ അക്ഷയ് എന്ന വ്യക്തി 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെയാണ് എന്ത് ചെയ്തത്, ഇത്രയും കോടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാല് ഇന്ന് സാധാരണക്കാരായ നമ്മളെ പോലുള്ള ഓരോരുത്തർക്കും ഇന്ന് ബിസിനസ്സിൽ അല്ല ജീവിതത്തില് വിജയിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ദൈവം കൊണ്ടുവന്നതാണ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി, വേറൊന്നുമല്ല. കാരണം എല്ലാ ആളുകളെയും കൊണ്ടും ഇപ്പോ ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി ബിസിനസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷെ നമ്മളെപ്പോലെ ആളുകൾക്ക്, നമ്മളെപ്പോലെ സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ നമ്മളെ കൂടെ ഉണ്ട്. എത്ര ആളുകളുണ്ട്, 4ാം ക്ലാസ്സിൽ പോയ ആളുകളുണ്ട്, 7ാം ക്ലാസ്സിൽ ലോറി ഡ്രൈവർ ഉണ്ട്, കള്ള് എത്തുന്ന ആളുകളുണ്ട്, തൊഴിലുറപ്പിന് പോയ ചേച്ചിമാരുണ്ട്. എത്ര ആളുകളെ കാണിച്ചു തരണം. 10 കൊല്ലം മുന്നേ ആണെന്നുണ്ടെങ്കിൽ അന്ന് അച്ചീവേഴ്സ് കുറവായിരുന്നു. അന്ന് ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. നമ്മളെ മുന്നിൽ വിജയിച്ച ആയിരക്കണക്കിന് ആളുകൾ ഉള്ള സമയത്ത് പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം, നമുക്ക് കാണിച്ചു കൊടുക്കാൻ നിരവധി ആളുകൾ നമ്മളെ മുന്നിലുണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോ ടീം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഒരു പ്രയാസമല്ല, എല്ലാം കൊണ്ട് അനുകൂല സാഹചര്യം. ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്തു. 5 കൊല്ലം മുന്നേ 10 കൊല്ലം മുന്നേ നമുക്ക് ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഗവൺമെന്റ് നിയമപരമായിട്ട് ഡയറക്ട് സെല്ലിംഗ് നിയമപരമാണെന്ന് പ്രഖ്യാപിച്ചു. നല്ല കമ്പനികളെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്പർ 1 ആയിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് വരാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ നമ്മൾ അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാ. കാരണം ഇത്ര ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് മാറി. നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി പറ്റും. നമ്മളെ ഗവൺമെന്റിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടി ഇതിലൂടെ പോവാണ്, വരുമാനം പോവാണ്. നമുക്കിവിടെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ടാക്സ് പോകണം. എനിക്ക് ഒരു 500 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് ടാക്സ് പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സേവനമാണ് ഈ വരുമാനം. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മളെന്താ വെച്ചാൽ വെറുതെ നമ്മൾ ഇവിടെ വന്ന് വെറുതെ പൈസ ഉണ്ടാക്കുക മാത്രമല്ല, നമ്മളൊരു ചാരിറ്റബിൾ സൊസൈറ്റി കൂടി ഇവിടെ ചെയ്യാണ്. കാരണം എത്ര റോഡുകൾ, എത്ര പാലങ്ങളും എത്ര വീടുകളും നമ്മളെ സർക്കാരുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിലൊക്കെ നമ്മളെ പോലുള്ള മൈ ലൈഫ് സ്റ്റൈൽസിന്റെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ഒരു പുണ്യ പ്രവർത്തനം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ ഓപ്പർച്യൂണിറ്റിയിലൂടെ നമ്മൾ ചെയ്യണേ. എത്ര പാവങ്ങൾക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, എത്ര പാവപ്പെട്ട ആളുകൾക്ക് ഒരു റോഡും വീടും പാലം കാര്യങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇന്ന് ഗവൺമെന്റിന്റെ നിയമം നമുക്ക് കിട്ടിയത് കൊണ്ട് ഒരാളോട് പോലും നമുക്ക് എന്ത് ചെയ്യാം, തല ഉയർത്തി നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മളെ ഡയറക്ട് സെല്ലിംഗ് മേഖല നിയമപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉടായിപ്പോ കളവോ നമ്മളിവിടെ കാണിക്കുന്നില്ല, ഒരാളെ പറ്റിക്കുന്നില്ല.
ഒരാളെ പറ്റിച്ചിട്ട് നമുക്ക് ഒരു 500 രൂപ നമുക്ക് വേണ്ട. ആരുടെ പൈസ വാങ്ങി നമ്മൾ പോക്കറ്റിലേക്ക് ആക്കുന്നില്ല. ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിന്റെ അനുസരിച്ച് ഉൽപ്പന്നം ആര് കൊടുക്കുന്നുണ്ട്? നമ്മളെ കമ്പനി സ്പോട്ടിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഔട്ട്ലെറ്റിലേക്ക് എപ്പോഴും കയറി ഇറങ്ങേണ്ട ആവശ്യം ഇപ്പൊ നമുക്കില്ല. ഇപ്പൊ നമുക്ക് ഫോണിൽ നമുക്ക് എന്തുണ്ട്, ഓൺലൈൻ മാർഗങ്ങൾ ഉണ്ടായതുകൊണ്ട്, ഇന്ത്യ ഷോപ്പി പോലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് എല്ലാവരും വീട്ടിന്റെ മുറ്റത്തേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് മൈ ഡിയർ ലീഡേഴ്സ്, എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രേ ഉള്ളൂ, എല്ലാം കൊണ്ടും അനുകൂല സാഹചര്യം നമുക്കിപ്പോ നിലവിലുണ്ട്. ഈ കിട്ടിയ അവസരത്തിന് മുതലാക്കി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാല് നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ കഴിച്ചിലാവും. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, വെറും മീറ്റിങ്ങിന് വന്ന് ഓല് പോവും, പ്രവർത്തിക്കുകയും ചെയ്യില്ല. ചിലപ്പോൾ നമ്മളെ കൂടെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും, അവിടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ തീരുമാനം എടുത്ത് പ്രവർത്തിച്ചോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒരു 3, 4, 5 കൊല്ലം കൊണ്ട് ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് രക്ഷപ്പെടാൻ പറ്റിക്കഴിഞ്ഞ് വേറെ ഏത് അവസരമില്ലത് വേറെ എന്തുമില്ല. 5 കൊല്ലം കൊണ്ട്, 10 കൊല്ലം കൊണ്ട്, 15 കൊല്ലം കൊണ്ട്, 20 കൊല്ലം കൊണ്ട് ഗൾഫിൽ പോയ ആളുകൾ ഇന്ന് അവരെന്ത് ചെയ്തില്ല, സക്സസ് ആയിട്ടില്ല. ഇപ്പോഴും 20, 25 കൊല്ലമായിട്ട് ഗൾഫിൽ നിൽക്കുന്ന ആളുകൾ നമ്മളെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ ഈ ഗൾഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കണത്രേ ഉള്ളൂ. നമുക്ക് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടാണല്ലോ 20 കൊല്ലം 25 കൊല്ലം അവിടെ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മളൊരു അവസരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു 5 വർഷം നമ്മളെ ടീമിന്റെ കൂടെ, നമ്മളെ ലീഡേഴ്സിന്റെ കൂടെ കട്ടയ്ക്ക് നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് എന്താണ് പറയുന്നത്, ആ ലീഡേഴ്സ് പറയുന്ന പോലെ കറക്റ്റ് അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 കൊല്ലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് ഒരു കോടീശ്വരനാവാൻ പറ്റും. നമ്മളെ നാട്ടിലെ എന്ത് ചെയ്യാം, ഏറ്റവും വലിയ പൈസക്കാരനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റും. അതിനനുസരിച്ച് പ്രവർത്തിക്കണം, അതിനനുസരിച്ച് തീരുമാനം എടുക്കണം, ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ ചാടണം, കാരണം ചിലപ്പോൾ കിണറ്റിൽ നിധി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ലീഡേഴ്സ് പറഞ്ഞ കാര്യം അനുസരിച്ച്. കാരണം നമ്മളെ തകർക്കാനും നമ്മളെ നശിപ്പിക്കാനും നമ്മളെ ലീഡർമാർ തയ്യാറാവില്ല, നമ്മളെ വളർത്താൻ നമ്മളെ ലീഡേഴ്സ് തയ്യാറാവുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ വളർന്നാലേ നമ്മളെ ലീഡർമാർ വളരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൂടെ വരുന്ന ആളുകളെ കൂടപ്പറപ്പിനെ പോലെ കണ്ടിട്ടാണ് നമ്മളെ കൂടുതൽ ആളുകൾ വിജയിപ്പിക്കാൻ വേണ്ടി പറ്റുക. അല്ലാതെ ഞാനെന്ന വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് എനിക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാനൊരു മാസം 2 ലക്ഷം വരുമാനം വാങ്ങിയ സമയത്ത് എന്റെ കൂടെ വന്ന ആളുകൾക്ക് 1 ലക്ഷം റുപ്യന്റെ മുകളിൽ വരുമാനം കിട്ടിയിട്ടുണ്ട്, 50,000, 80,000 കിട്ടിയിട്ടുണ്ട്. അതുപോലെ 25,000, 30,000 കിട്ടിയ ആളുകളുണ്ട്, 10,000 കിട്ടിയ ആളുകളുണ്ട്, 5,000 കിട്ടിയ ആളുകളുണ്ട്. അപ്പൊ ഒരു വ്യക്തി തീരുമാനം എടുത്ത് ഇറങ്ങി തിരിച്ച് വരുമാനത്തിന് വേണ്ടി ഓടിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെയുള്ള പല ആളുകളെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യും, നിറവേറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുകൊണ്ട് ലീഡേഴ്സ്, നിങ്ങളോട് പറയാനുള്ളത്രേ ഉള്ളൂ, ശക്തമായ തീരുമാനം എടുക്കുക, പ്രവർത്തിക്കുക, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എഴുതി വെക്കുക, അതിനുവേണ്ടി ഓടുക. ടാർഗറ്റ് ലക്ഷ്യം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അടുത്ത 2 വർഷം കൊണ്ട് എന്ത് നേടിയെടുക്കണം എന്ന് ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. അടുത്തൊരു കാറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു വീടിന്റെ സെറ്റപ്പ് നോക്കുന്നുണ്ട്. പിന്നെ അടുത്ത സ്ഥലം എടുക്കാണ്ട് നോക്കുന്നുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് ഏത് റാങ്കിൽ എത്തുന്നുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിനു വേണ്ടി ആക്ഷൻ പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലീഡേഴ്സ് കൂടുതലായിട്ട് സമയം ഇനി കളയുന്നില്ല, 7 മണി സമയം ആകുന്നുണ്ട്. അപ്പോ എല്ലാ ആളുകളോടും പറയാനുള്ളത്, നമുക്ക് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയ അവസരമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തേ നമുക്ക് ദൈവം തന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോ ആദ്യം തുടക്കം നമ്മൾ ഈ അവസരം തന്നപ്പോൾ ചിലപ്പോൾ നമ്മൾ തന്ന ആളുകളോട് നമ്മൾ ചിലപ്പോൾ പ്രാഗിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ശല്യപ്പെടുത്തിയുള്ള പ്രാഗിയിട്ടുണ്ടാവും, ഓനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തിനാ ചങ്ങായി ചിന്ന ഇതിലേക്ക് കൊണ്ടുവന്ന് വലിച്ചിട്ടുണ്ട് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അവൻ നാളെ നിങ്ങൾക്ക് ദൈവത്തിനെ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. തുടക്ക സമയത്ത് ഈ അവസരം തന്ന സമയത്ത് ഞാൻ എന്റെ ചങ്ങായിനോട് പറഞ്ഞു, എന്തിനാ ചങ്ങായെ ഈ വള്ളിക്കെട്ട് കേസ് എനിക്ക് തരണേന്ന് പറഞ്ഞു ഓനെ കുറ്റപ്പെടുത്തിയ വ്യക്തിയാ. പക്ഷെ ഇന്ന് ഞാൻ അവനെ ദൈവമായിട്ട് കാണുകയാണ്. കാരണം ഓനെനിക്ക് അവസരം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അക്ഷയ് ഇന്ന് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല. ഞാൻ വേറെ ഏതെങ്കിലും മേഖലയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കോളം പണിയെടുക്കേണ്ട സാഹചര്യം വരുന്നു. വേറെ ഏത് മേഖലയിൽ ഞാൻ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാല് അവിടെ മരിക്കോളം ഞാൻ പണിയെടുക്കണം. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് എന്ന ഇൻഡസ്ട്രിയിൽ എനിക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. 2 ആഴ്ച മുന്നേ ഒരാഴ്ച പനിച്ച് വീട്ടിൽ കിടന്ന സമയത്തും ആഴ്ചയിൽ 25,000 രൂപ വരുമാനം വാങ്ങാൻ സാധിച്ചു. വേറെ ഏതെങ്കിലും മേഖലയിലാണെങ്കിൽ നമുക്ക് വരുമാനം വാങ്ങാൻ സാധിക്കുമോ? ഇല്ല. അവിടെ നമ്മൾ പണിയെടുത്താലേ നമുക്ക് പൈസ ഉള്ളൂ, അവിടെ ആക്റ്റീവ് ഇൻകം ഉള്ളൂ. പക്ഷെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പാസീവ് ഇൻകം. നമുക്ക് വരുമാനം ഉണ്ടാക്കാം, നമുക്കൊരു എഫേർട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാലും വരുമാനം നമുക്ക് എന്ത് ചെയ്യും, ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മളൊരു തീരുമാനം എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്ക് പൂവടിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്തായാലും ഈ രാവിലെ 6 മണിക്ക് മോർണിംഗ് മീറ്റിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ്, ചിലപ്പോൾ പല തിരക്കുകളും പല ജോലിയുടെ ഇടയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മീറ്റിംഗ് എടുക്കുന്നത്.
പക്ഷെ ലൈഫിൽ വിജയിക്കണം, പെട്ടെന്ന് വിജയിക്കണം, മറ്റുള്ള ആളുകളെ മുന്നിൽ തലയുയർത്തി നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കുറച്ച് വാക്കുകൾ, എന്റെ കുറച്ച് വാക്കുകൾ കേൾക്കാൻ വേണ്ടി വന്നിട്ടില്ല എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് ഈ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, പിടിച്ചു നിൽക്കുക, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 കൊല്ലം ആത്മാർത്ഥമായി പ്രവർത്തിച്ചോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഫുൾഫിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ പൈസക്കാരനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിലൂടെ മാറാൻ പറ്റും. വെറും പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, നമ്മളെ നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാം, നല്ല ബിഹേവിയർ ഉണ്ടാക്കാം, നല്ലൊരു ക്യാരക്ടറിന് ഉടമയാവാം. എല്ലാം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിൽ വളരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ അവസരം എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഏറ്റെടുക്കുക, ശക്തമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും വലിയ വലിയ വിജയങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ്, നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈലേഴ്സ് മാർക്കറ്റിംഗ്. Thank you so much.